നമസ്കാരം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെ കൊല്ലുമെന്ന നിലപാടിലുറച്ച് ഇസ്രായേൽ. ഖമീനിയെ വകവരുത്തുന്നതിനോട് അമേരിക്കയ്ക്ക് താല്പര്യമില്ല. ഇക്കാര്യം ഇസ്രായേലിനെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ഖമീനിയെ വകവരുത്തുമെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഖമീനി വധിക്കുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഇതോടെ പ്രാണഭയത്താൽ ബങ്കറുകളിൽ നിന്ന് ബങ്കറുകളിലേക്ക് മാറി പരമോന്നത നേതാവ് രക്ഷാകവചം ഒരുക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ പരമോന്നത നേതാവ് പൊതുപരിപാടികളെല്ലാം റദ്ദ് ചെയ്ത് നെട്ടോട്ടത്തിലാണ്. ഖമീനിയെ വധിക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി നിലപാട് ഘടിപ്പിക്കുകയും ചെയ്തു. സൈനിക തലവന്മാരെ കൊന്ന ഇസ്രായേൽ സേനയെ പേടിച്ച് ഇറാൻ വലിയ കരുതലുകളാണ് എടുക്കുന്നത്. വൻ പ്രതിസന്ധിയിലാണ് ഇറാൻ എന്ന് സാരം. സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് എന്ന സൂചനകളുമായി ഇസ്രായേൽ ഇറാൻ സംഘർഷം ശക്തമാകുകയാണ്. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിന് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ ടെഹ്റാനിൽ അതിരൂക്ഷ വ്യോമാക്രമണവുമായി ഇസ്രായേൽ വ്യക്തമായ സന്ദേശം നൽകുകയാണ്. ഒരു സൈനിക താവളത്തിൽ ഉൾപ്പെടെ ആക്രമണം നടത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ യുദ്ധവിമാനങ്ങൾ മിസൈൽ ഉപയോഗിച്ച് തകർത്തെന്നും പടിഞ്ഞാറൻ ഇറാനിലെ മിസൈൽ സംഭരണ കേന്ദ്രം തകർത്തെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇസ്രായേലിന് നേരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ഇസ്രായേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ടെൽ അവീവ് ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇതിനിടയിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനിയെ ഇല്ലാതാക്കിയാൽ സംഘർഷം അവസാനിക്കുമെന്ന് നെതന്യാഹു നിലപാട് സ്വീകരിക്കുന്നത്. ഇസ്രായേലിനെ US സഹായിക്കുന്നുണ്ടെന്ന് നെതന്യാഹു പറയുന്നു. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ US ഇടപെടാനാവുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. അതേസമയം യുദ്ധത്തിൽ ഇറാൻ വിജയിക്കില്ലെന്നും ഏറെ വൈകാതെ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. എല്ലാവരും ടെഹ്റാൻ വിട്ടുപോകണമെന്ന് ട്രംപ് തന്റെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ കുറിച്ചു. സംഘർഷം അവസാനിപ്പിക്കണമെന്ന G7 പ്രസ്താവനയിൽ ഒപ്പിടാൻ ട്രംപ് തയ്യാറായില്ല. ഇറാനെതിരായ ഇസ്രായേലിന്റെ നിലവിലുള്ള സൈനിക നടപടികളെയും നെതന്യാഹു ന്യായീകരിച്ചു. അവ സംഘർഷം വർദ്ധിപ്പിക്കാതെ അവസാനിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നാണ് നെതന്യാഹു പറയുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെ വധിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചെങ്കിലും അമേരിക്ക തടയുകയായിരുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ വന്നിരുന്നു. ഇറാൻകാർ അമേരിക്കക്കാരെ ആരും കൊന്നില്ലല്ലോ, അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നം വെക്കുന്ന വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ല എന്ന് ട്രംപ് നിലപാടെടുത്തെന്നാണ് 2 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. ഇത് നെതന്യാഹു തള്ളുകയാണ്. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ നെതന്യാഹു നിഷേധിച്ചില്ല. ഇത് സംഘർഷം വർദ്ധിപ്പിക്കില്ലെന്നും സംഘർഷം അവസാനിപ്പിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാൻ ദീർഘകാലമായി ഈ മേഖലയിൽ അസ്ഥിരപ്പെടുത്തുന്ന ഒരു ശക്തിയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. മിഡിൽ ഈസ്റ്റിൽ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതും സൗദി അറേബ്യയിലെ ആരാംഖോ എണ്ണപ്പാടങ്ങളിൽ ബോംബിടുകയും എല്ലായിടത്തും ഭീകരതയും അട്ടിമറികളും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഭരണകൂടം 6 നൂറ്റാണ്ടുകാലം സംഘർഷം വ്യാപിപ്പിച്ചുവെന്നും നെതന്യാഹു പറഞ്ഞു. ഇറാന്റെ ആണവാഭിലാഷങ്ങളെ ആഗോള ഭീഷണിയെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന്റെ നടപടികൾ ഇറാന്റെ പ്രേരിതമായ എന്നേക്കുമുള്ള യുദ്ധം തടയാനാണ് ലക്ഷ്യമിടുന്നതെന്നും അത് ലോകത്തെ ആണവ ദുരന്തത്തിന്റെ വക്കിലേക്ക് തള്ളിവിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഖമീനി വധിക്കാൻ അവസരമുണ്ടെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ഇക്കാര്യം US മുന്നിൽ ഒന്നിലേറെ തവണ അവതരിപ്പിച്ചെങ്കിലും ട്രംപ് തള്ളിക്കളഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇറാനെ ആക്രമിക്കും മുൻപ് ട്രംപിനെ അറിയിച്ചിരുന്നുവെന്ന് നെതന്യാഹു പറയുന്നു. ഇസ്രായേൽ ആക്രമണം ഭയന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ഒളിവിൽ പോയെന്നാണ് റിപ്പോർട്ട്. ഖമീനിയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതി കിട്ടുന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ജീവന് കൊണ്ട് ഖമീനി കുടുംബവും ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയത്. ഖമീനി, മകൻ മൊജ്താബ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും വടക്കുകിഴക്കൻ ടെഹ്റാനിലെ ലാവിസനിലെ ബങ്കറിലേക്ക് മാറിയെന്നാണ് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തത്. ഖമീനി രാജ്യത്ത് ഒരിടത്തും സുരക്ഷിതനല്ലെന്നുള്ള മുന്നറിയിപ്പാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം ആരംഭിച്ച ദിവസം തന്നെ ഖമീനിയെ ഇല്ലാതാക്കാൻ പദ്ധതി ഇട്ടിരുന്നെന്നും എന്നാൽ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കുന്നതിന് തീരുമാനമെടുക്കാൻ അവസാന അവസരം നൽകിയതാണെന്നും ഇറാൻ ഇന്റർനാഷണൽ അറിയിച്ചു.